നമസ്കാരം ഗുരുജി. നമസ്കാരം. നമ്മളിപ്പോൾ ദുബായിലാണ്. അതെ. അങ്ങയുടെ ദുബായ് എന്ന് പറയുന്ന അങ്ങയാക്കിയ ദുബായ്. അതെ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തി 3 സ്ഥലങ്ങളിലായി ഇപ്പോൾ നമ്മുടെ വീഡിയോ. അതെ അതെ. തിരുവനന്തപുരത്ത്, ബ്രഹ്മലോകത്ത്, ഇപ്പോൾ ദുബായിലും. അപ്പോൾ ഞാൻ ഇന്ന് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇതൊരു സംശയം ആണ്. ഞാൻ ഒരു വീഡിയോ ഈയിടെ കാണാനിടയായി. അപ്പോൾ അതിൽ പറയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഒരു ആത്മാവിന് 1 വർഷമെടുക്കും പിതൃലോകത്തിൽ എത്താൻ. സഞ്ചരിച്ചാൽ 1 വർഷം എടുക്കും പിതൃലോകത്തിൽ എത്താൻ എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ അവർ പറയുന്നുണ്ട്, ഈ ആത്മാവിന് ഇപ്പം നമ്മൾ ലൈറ്റിൻ്റെ സ്പീഡ് എന്നൊക്കെ പറയുന്ന പോലെ ആത്മാവിന് ഒരു സ്പീഡുണ്ട്. അത് നമ്മുടെ ശരീരം വിട്ട് കഴിഞ്ഞാൽ ഈ ആത്മാവിൻ്റെ സ്പീഡ് കൂടും. അപ്പോൾ അതാണ് പറയണത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും എനിക്കറിയണം. പിന്നെ അതേപോലെ അവർ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, ഒരു പുത്രൻ്റെ പ്രഥമധർമ്മം എന്ന് പറയുന്നത് അച്ഛൻ്റെ ആത്മാവിനെ പിതൃലോകത്തെത്തിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എനിക്കൊരു സംശയം വന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ആൾക്ക് മകനില്ല, മകളാണെന്നുണ്ടെങ്കിൽ എന്താണ് അവർ ചെയ്യുക? അപ്പോൾ ഒരു പുത്രന് മാത്രമേ ഇതിന് അച്ഛൻ്റെ ആത്മാവിനെ പിതൃലോകത്ത് എത്തിക്കാൻ സഹായിക്കാൻ പറ്റുമോ? അപ്പോൾ ഒരു പുത്രിക്ക് അത് പറ്റില്ലേ? ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങ് ഇതിനൊന്ന് സംശയം നമുക്ക് മാറ്റി തന്നാൽ, അങ്ങയുടെ ഒപ്പീനിയൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമാകും. എനിക്കറിയാവുന്നതുപോലെ പറഞ്ഞുതരാം. വളരെ നന്ദി ഗുരുജി. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇതെല്ലാം അന്ധവിശ്വാസങ്ങളാണ്. ഈ പറഞ്ഞതൊക്കെ, ഈ പറഞ്ഞതെല്ലാം എല്ലാം അതിലൊന്നിപ്പോലും നമുക്ക് വിശ്വസിച്ച് പോകാൻ പറ്റിയതൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇപ്പം ആത്മാവ് ശരീരത്തിൽ നിന്ന് വിടുന്നു. ഒരിക്കലും ശരീരത്തിന് ആത്മാവിനെ എടുത്തു കളയാൻ പറ്റില്ല. ആത്മാവിന് ശരീരത്തിനെ എടുത്തു കളയാം. കാര്യം ആത്മാവ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ദൈവമാണ്. അത് അഹം ബ്രഹ്മാസ്മി നമ്മൾ പറയുന്നത് അത് മാതിരി. അപ്പം ഈ ലോകത്ത് നമ്മളിപ്പോൾ ഇതുവരെ പലരും മനസ്സിലാക്കുന്ന എല്ലാം നശ്വരമാണ്. അതായത് നമ്മുടെ പഞ്ചഭൂതങ്ങൾ നശ്വരമാണ്, മറ്റ് ഇതെല്ലാം നശ്വരമാണ്, ആത്മാവ് മാത്രം അനശ്വരമാണെന്നാണ് നമ്മളെല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. എനിക്ക് കിട്ടിയ അറിവ് അങ്ങനെയല്ല. ഇവിടെ എല്ലാം അനശ്വരമാണ്. ഒന്നിനും ഒരു ക്ഷതം വരുന്നില്ല. അതായത് അതിൻ്റെ സ്ഥാനചലനം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. മനസ്സിലായി. അപ്പം നമ്മുടെ ശരീരം എന്ന് പറയുന്നതിന് പഞ്ചഭൂത ആത്മകമാണ്. അതിൽ നിന്ന് ആത്മാവ് വിട്ടുപോയി കഴിഞ്ഞാൽ ഈ ശരീരം എവിടെ നിന്ന് വന്നോ അതിലേക്ക് തിരിച്ചു പോവുകയാണ്. അതായത് 70% നമ്മുടെ ശരീരത്തിൽ വെള്ളമാണെന്നാണ് പറയുന്നത്. ജലം. സയൻസാണ് പറയുന്നത്. അത് ശരിയാണ്, നമുക്കത് വിശ്വസിക്കാവുന്ന കാര്യമാണ്. ഈ 70% വേറെ എങ്ങും പോകുന്നില്ല, അത് ജലത്തിലോട്ടങ്ങ് പോവുകയാണ്, ജലമായിട്ട് മാറുകയാണ്. ഓക്കെ. നമ്മളിപ്പോൾ ശവസംസ്കാരം അല്ലെങ്കിൽ നമുക്ക് ദഹനം ഉദാഹരണം പറയാം. ശവം ദഹിപ്പിച്ചാൽ കിട്ടുന്നതെന്ന് പറയുന്നത് 60 ഗ്രാം ചാരമാണ്. 70 കിലോ ഉള്ള ഒരാളുടെ, അതായത് 100 കിലോ ആയാലും 50 കിലോ ആയാലും കിട്ടുന്ന ചാരമല്ല, 60 ഗ്രാമാണ് നമുക്ക് കിട്ടുന്ന, ഈ ദഹിച്ച് കഴിയുമ്പോൾ കിട്ടുന്നതെന്ന് പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ധാരണ അങ്ങ് പോയെന്നുള്ളതാണ്. എങ്ങോട്ട് പോയി? ഇതെല്ലാം അതിൻ്റെ സ്ഥാനത്ത് എവിടെ നിന്ന് വന്നു അവിടോട്ട് പോയി. അതായത് പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ ഇല്ലാതാവുന്നില്ല, എല്ലാം അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ? മനസ്സിലായി. അതിൻ്റെ ആ ഒരു സ്ഥാനചലനവും നമ്മൾ പറയത്തില്ലേ, അത്രയും ഇവിടെ ഉണ്ടാവുന്നുള്ളൂ. അതുപോലെ നമ്മുടെ ആത്മാവെന്ന് ഇവർ പറയുന്ന ആത്മാവിൽ ഇപ്പം പറഞ്ഞത് 1 വർഷം എടുക്കും അങ്ങ് പിതൃലോകത്തിയല്ല. പിതൃലോകം ഉണ്ടോ ഇല്ലയോ, മാതൃലോകം ഉണ്ടോ ഇല്ലയോ, ഞാനതിലോട്ട് വരാം. ഇതിന് മറുപടി പറയാം. ആത്മാവിന് എന്തിനാ 1 വർഷം എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ, ആത്മാവെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. നമ്മളിത് പറയത്തില്ല, നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമ്മൾ എന്തെങ്കിലും ഒരു സംശയം ഒന്ന് ചോദിച്ചു നോക്കി, സെക്കൻഡിനിടയിലല്ലേ അതിന് മറുപടി നമുക്ക് കിട്ടുന്നത്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഉണ്ടാക്കിയത് നമ്മളാണ്, മനുഷ്യനാണ്. ഈ മനുഷ്യനെ സൃഷ്ടിച്ചതാണ് ദൈവം. അപ്പൊ ഇതിനുള്ള ആത്മാവിന് 1 വർഷം എടുക്കുക എന്നൊക്കെ പറയുന്നത് എന്തൊരു അസംബന്ധമാണ്. ഞാൻ പറയാൻ മനസ്സിലായി. ആത്മാവെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ആത്മാവ് പിതൃലോകം മാതൃലോകം അങ്ങനെയൊന്നും ഒരു ലോകമില്ല എൻ്റെ അറിവിൽ. ഓക്കെ. ഞാനും ചെറുപ്പത്തിലൊക്കെ ധരിച്ചിരുന്ന അങ്ങനെയാണ്, ഇതൊക്കെ ഉണ്ട്, മറ്റേതാണ് മറിച്ച്, അങ്ങനെയൊന്നും ഒരു ലോകമില്ല. ഓക്കെ. അതായത് നമ്മുടെ സൃഷ്ടികർത്താവിൽ നിന്ന് നമ്മൾ പല
രൂപങ്ങൾ എടുക്കുന്നു. അതിന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് മരണം എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഏതൊരു ശരീരത്തിൽ നമ്മൾ ഇരിക്കുന്നു, ആ ശരീരത്തിനെ പിന്നെ യൂസ് ചെയ്യാൻ ഒക്കാതെ വരുന്നു, ഈ ആത്മാവിനെ അതിൽ പിന്നെ പ്രവർത്തിക്കാൻ ഒക്കാതെ വരുന്നു. അങ്ങനെ വരും. നമ്മളിപ്പോൾ ഒരു ബൾബിന്റെ ഫിലമെന്റ് ഫ്യൂസ് ആയെന്ന് പറയത്തില്ലേ, അതുപോലെ ഇലക്ട്രിസിറ്റി സ്റ്റിൽ നമ്മുടെ കറണ്ട് എന്ന് പറഞ്ഞാൽ അവിടെയുണ്ട്, അതെങ്കിലും ഓടിപ്പോകുന്നില്ല. ശരിയല്ലേ? ആ അപ്പാരറ്റസ് മാത്രം കേടായി, അതുകൊണ്ട് അത് വർക്ക് ചെയ്യാൻ ഒക്കുന്നില്ല. അതുപോലെയാണ് ഇവിടെയും. നമ്മുടെ ആത്മാവ് ഈ ശരീരം വിട്ടു പോകുമ്പോൾ ഈ ശരീരത്തെ പിന്നെ അതിന് ഉപയോഗിക്കാൻ ഒക്കത്തില്ല, അവിടെ നിന്ന് പ്രവർത്തിക്കാൻ ഒക്കാതെ വരുന്നു, അത് വിട്ടുപോകുന്നു. അപ്പം ആത്മാവ് പോകുന്നതിന് പിതൃ ഇതൊന്നും അല്ല, മാതൃ അങ്ങനെ ഒരു ഇടമില്ല, അങ്ങനെ ഇടം ഉണ്ടാകാൻ ഒക്കുകയില്ല. അതുപോലെ തന്നെ ദൈവത്തിന് ഇപ്പോൾ ബ്രഹ്മാവ്, ഞാൻ ബ്രഹ്മാവ് തന്നെയാണ് സൃഷ്ടികർത്താവിന്, ഇതിന് നമ്മുടെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് എന്ന് പോലും വേണ്ട. ഇതൊക്കെ നേരത്തെ തീരുമാനിച്ചിരിക്കുന്നത് തന്നെയാണ്. ഒരു ആത്മാവ് ഒരു ശരീരം വിട്ടു പോകുമ്പോൾ അത് അടുത്തത് എവിടെ പോകണം, തന്നിലേക്ക് തന്നെ വരണമോ ദൈവത്തിലേക്ക് തന്നെ വരണമോ എന്നും നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് ദൈവം. നമ്മൾ പറയത്തില്ലേ, ഇത് ആത്മാവിൽ ചേർന്ന് കഴിഞ്ഞു, അത് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അതിന് ഐഡന്റിറ്റി ഇല്ല. അത് ചേരുന്നത് വരെ അത് വേറെ ഏതെങ്കിലും ഒരു ശരീരത്തിൽ പോവുകയാണ്. ആ ശരീരം മനുഷ്യ ശരീരമാകാം, മൃഗത്തിൻ്റെ ശരീരമാകാം, ഒരു നമ്മുടെ പരത്തിലെ പുൽച്ചെടി വൃക്ഷങ്ങൾ ഏതുമാകാം, എറുമ്പാകാം, എന്തുമാകാം. അതൊക്കെ തീരുമാനിക്കുന്ന ദൈവം തന്നെയാണ്, നമുക്കൊന്നും അതിനകത്ത് കഴിയില്ല. അത് നമ്മുടെ പ്രവൃത്തി അനുസരിച്ചാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ നല്ല വിശ്വാസമാണെന്ന് എൻ്റെ മനസ്സിലുണ്ട്. കാരണം അങ്ങനെ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ പല തെറ്റുകളിൽ നിന്ന് നമ്മൾ വിമുക്തരാകും. നമ്മൾ തെറ്റ് ചെയ്യാൻ നമുക്ക് ഇത് വരത്തില്ല. കാരണം മനസ്സിലൊരു ഭീതി വരും, അയ്യോ ഞാൻ തെറ്റ് ചെയ്താൽ ഒരു പക്ഷെങ്കിലേക്ക് അടുത്ത ജന്മം ഒരു മോശമായ ഒരു ജന്മമായിരിക്കും. അതുകൊണ്ട് നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്തു പോകും. അങ്ങനെ നമുക്കത് എടുക്കാം, അതിനെന്താണ് കുഴപ്പം? അപ്പോൾ ഇതിലൊക്കെ ഏത് ശരി ഏത് തെറ്റെന്ന് പറയാൻ നമ്മൾ ആരുമല്ല. നമുക്ക് നമ്മുടെ ലോജിക്കിൽ ചേരുന്നത് വേണം നമ്മൾ എടുക്കാനായിട്ട്. മറ്റൊന്നും ലോജിക്കിൽ ചേരുന്നത് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ പുത്രൻ പിതാവിന് മോക്ഷം കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇതെന്തൊരു കാര്യമാണ്! ഇത് ഒരിക്കലും എന്നെ കൊണ്ട് എടുക്കാൻ പറ്റില്ല. ഞാൻ ഇന്ന് വരെ ബലിതർപ്പണം നടത്തിയിട്ടില്ല, ഞാൻ നടത്തുകയുമില്ല. എൻ്റെ അച്ഛനും അമ്മയ്ക്കും, അതായത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, ഞാൻ മക്കളോടൊക്കെ പറഞ്ഞു, നിങ്ങൾ ആരും എനിക്ക് ബലിതർപ്പണം ചെയ്യരുത്, ചെയ്തുകൊണ്ട് കാര്യമൊന്നുമില്ല. ഞാൻ എന്ത് പ്രവൃത്തി ഇവിടെ ചെയ്തോ അതിൻ്റെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത്. അല്ലേ? ഇനി മറ്റേ രീതിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മക്കൾക്ക് പിതാവിൻ്റെ അല്ലെ മാതാവിൻ്റെ ആത്മാവിന് ശാന്തി കൊടുക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ പിതാവിനും മാതാവിനും എന്ത് വേണേൽ ഇവിടെ ചെയ്യാം, എന്ത് തോന്നിയവാസം കാണിക്കാമല്ലോ. മക്കളങ്ങ് തർപ്പണം നടത്തിയാൽ പോരെ അവർക്ക് മോശം കിട്ടാൻ? അങ്ങനെയൊന്നും മോശം കിട്ടത്തില്ല. ഞാൻ പറയാൻ മനസ്സിലായി. അപ്പോൾ ഇതെല്ലാം പണ്ട് മുതലേ കൊണ്ടുവന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമാണെന്ന് എടുത്തു പറയാൻ എനിക്കൊരു മടിയുമില്ല. ഞാനിതൊന്നും ഫോളോ ചെയ്യുന്നില്ല. എനിക്കുള്ള എല്ലാവരോടുള്ള അത് ചിലരുടെ സംസാരിച്ചോളൂ. അതുപോലെ പെല എന്ന് പറയും, മരിച്ചു കഴിഞ്ഞാൽ പെല. മരിച്ചു കഴിഞ്ഞാൽ എന്തൊരു പെലയാണ്! മരിച്ചു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞു. ഞാൻ പറയുന്നത്, വിശ്വാസികളാണെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ അമ്പലത്തിലോടി പോവുക, ഇല്ലെങ്കിൽ ഒരിടത്തു നിന്ന് പ്രാർത്ഥിക്കുക, ഈ ആത്മാവിന് മോക്ഷം കൊടുക്കണേ. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് അതിന് മോക്ഷം കിട്ടണമെന്നില്ല, ഞാൻ അതും പറയാം. അത് നമ്മുടെ ഒരു മനസമാധാനത്തിന് നമ്മൾ ചെയ്യുന്നതാകാം. നമ്മൾ പറയാറില്ലേ, ഈ ആത്മാവിന് മോക്ഷം കിട്ടണമേ, അങ്ങയിൽ ലയിപ്പിക്കണമേ, നമ്മളെല്ലാവരും പറയാറുണ്ട്. അതൊരു സാധാരണ ഒരു സോഷ്യൽ ഇതിൽ നമ്മൾ പറയുന്നതാണ്. അതിന് തെറ്റൊന്നും ഞാൻ കാണുന്നില്ല, ഞാനും പറയാറുണ്ട്. അത്രയേ ഉള്ളൂ അതിന് പ്രാധാന്യം. അല്ലാതെ ഞാൻ വിഷ് ചെയ്തതുകൊണ്ട്, അല്ലെ മക്കൾ വിഷ് ചെയ്തതുകൊണ്ട് അവർക്കത് കിട്ടണമെന്ന് പറയുന്നതിൽ തെറ്റാണ്. അതുപോലെ തന്നെ പിതാവിനൊരു പ്രത്യേക സ്ഥാനമാണ് ഇവിടെ പണ്ട് മുതൽ കൊടുത്തിരിക്കുന്നത്. മാതാവ് എവിടെ? ഇവിടെ ഒന്നും മാതാവില്ലല്ലോ. നമ്മൾ ഈ പറയുന്ന ഇത് ആചാരങ്ങളിലൊന്നും അമ്മയില്ല, ശരിയല്ലേ? അപ്പൊ അമ്മയെന്നൊരു സംഭവമേ ഇല്ലേ? എസ്പെഷ്യലി ഞാൻ ഹിന്ദുക്കളോടാണ് ചോദിക്കുന്നത്. ഹിന്ദുക്കളുടെ ഇടയിൽ അങ്ങനെ ഒന്നും ഇല്ല. അമ്മ, സ്ത്രീ എന്ന് പറയുന്ന ഒന്നും ഇവിടെ ഇല്ല. പിതൃലോകം തന്നെയാണ് എല്ലാം. പിതൃലോകം, പുത്രൻ, പുത്രവതി ഭവ, ഇതൊക്കെയാണ് നമ്മൾ. അത് പുത്രൻ ഉണ്ടാവട്ടെ, കല്യാണം കഴിച്ചുള്ള ഇതാണ്. പുത്രി വേണ്ട, പുത്രി ആർക്കും ഇവിടെ കാര്യമില്ല. ഈ പുത്രി ഇല്ലെങ്കിൽ പുത്രനും ഇല്ല എന്നുള്ളത് ആരും മനസ്സിലാക്കുന്നുമില്ല. ഇങ്ങനെ നമ്മളിങ്ങനെ അന്ധവിശ്വാസത്തിൽ ഇങ്ങനെ യുഗങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിതൊക്കെ മാറ്റണം. അപ്പോൾ ഇതാണ് എനിക്ക് പറയേണ്ടത്. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പം അതുപോലെ അവർ ആ സ്പീഡ്, ഒരു സോളിൻ്റെ സ്പീഡിനെ കുറിച്ച് പറയുന്നുണ്ട്. അതെ, അവരത് ലൈറ്റിൻ്റെ സ്പീഡുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതും ഒരു സംശയമുണ്ട്, എന്താണിത്? ഞാൻ പറയുകയാണ്, ലൈറ്റ് എവിടെ കിടക്കുന്നു, സോൾ എവിടെ കിടക്കുന്നു? സോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവമാണത്. സോൾ, നമ്മുടെ ആത്മാവെന്ന് പറയുന്നത് ദൈവമാണ്, ദൈവികമാണ്. ഓക്കെ, അല്പ വ്യത്യാസം ഉണ്ടാകാം പരമാത്മാവിൽ നിന്നും.
പരമാത്മാവല്ല ഈ ആത്മാവ്. അത് എനിക്കത് മനസ്സിലായ കാര്യമാണ്, മനസ്സിലാകുന്ന കാര്യമാണ്. അതായത് ഞാൻ ദൈവമല്ല, പക്ഷേ എന്നെക്കൊണ്ട് ഈ ലോകത്ത് ചെയ്യാൻ പറ്റുന്ന പല പല കാര്യങ്ങളുണ്ട്. അത് നമ്മൾ മനുഷ്യരെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ടല്ലോ. നമ്മളിവിടെ മൂണിൽ പോയി, അല്ലെ ചൊവ്വായിൽ പോയി, മനുഷ്യൻ അല്ലേ, അതിലൊക്കെ വലിയ കാര്യങ്ങളുണ്ടാ. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രൊഡ്യൂസ് ചെയ്തു, ഇതെല്ലാം നമ്മളല്ലേ ചെയ്തത്. അപ്പം നമുക്കിവിടെ ചെയ്യാവുന്ന പല പല കാര്യങ്ങളുണ്ട്. ഓക്കെ, ദൈവത്തിന് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം, എക്സെപ്റ്റ് ഞാൻ പറയുന്ന ഒരു കാര്യം, മേജറായിട്ട് പറയുന്ന മരണം. ഇപ്പം ഇതും കേൾക്കുന്നുണ്ട്, മരണത്തെ തടുക്കാനായിട്ട് സയൻറ്റിസ്റ്റ് വളരെ പാടുപെട്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് 100 വർഷമോ 200 വർഷമോ 500 വർഷമോ ഒക്കെ നമ്മുടെ ഒരു ലൈഫ് ഇഷ്ടം. പക്ഷെ മരണത്തെ തടുക്കാൻ ആവുകയില്ല. പ്രപഞ്ചം ഉണ്ടെങ്കിൽ അവിടെ മരണമുണ്ട്, ജനനമുണ്ടെങ്കിൽ മരണവുമുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ. അപ്പോൾ ആത്മാവിന് ഇതൊന്നും ആവശ്യമില്ല. ഈ പറയുന്ന ഒരു വർഷമോ ഒരു ദിവസമോ ഒരു നിമിഷമോ ഇതൊന്നുമില്ല. ഇതൊക്കെ പ്രീ ഡിറ്റർമിൻഡ് ആണ്. ഇത് നമ്മുടെ സൃഷ്ടികർത്താവ് ദൈവം നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു ശരീരത്തിൽ നിന്ന് ഒരു ആത്മാവ് വിടുമ്പോൾ അത് ഇവിടെ ചെന്നെത്തണം, അല്ലാതെ വിട്ട് കഴിഞ്ഞിട്ടുള്ള തീരുമാനിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവം മടയനാണ്. ഞാൻ പറയാൻ മനസ്സിലായി, അതിൻ്റെ ആവശ്യമില്ല. ദൈവം നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് ഇത് എവിടെ ചെല്ലണമെന്നുള്ളത്. അത്ര ബുദ്ധിയാണ് ദൈവത്തിന്. ഇതാണ് എൻ്റെ വിശ്വാസം. ക്ലിയർ ആണോ? വളരെ നന്ദി ഗുരുജി, ഈ കാര്യത്തിലൊരു ക്ലാരിറ്റി വരുത്തി തന്നതിന്. അതെ അതെ. അതുപോലെ തന്നെ ക്ലാരിറ്റി മാത്രമല്ല, ഒരു അറിവും കിട്ടി. നമ്മൾ അന്ധവിശ്വാസങ്ങൾ എന്തുകൊണ്ടാണ് അത് ഫോളോ ചെയ്യരുതെന്ന് പറയണതെന്നും കൂടി നമുക്ക് ചിന്തിക്കാനുള്ള പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നു. തീർച്ചയായും. വളരെ നന്ദി ഗുരുജി. സന്തോഷം.